ഞങ്ങളുടെ പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ വയർലെസ് ട്രാൻസ്മിഷൻ എനർജി എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഓൾറെഡി ഒരു ചെറിയ മോഡലായിട്ട് ഉണ്ട്, നിക്കോളസ് ടെസ്ലയുടെ ടെസ്ല കോയിൽസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത്തിരി കൂടി ഡെവലപ്ഡ് ആയിട്ട് ഈ മോഡലിനെ, ടെസ്ല കോയിൽ എന്ന് പറഞ്ഞ സിമ്പിൾ മോഡലിനെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് സഫിസ്റ്റിക്കേറ്റഡ് മോഡലായിട്ട് മാറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ വീട്ടിലോട്ടൊക്കെ കറണ്ട് വരുന്ന പറഞ്ഞാൽ 2 മെയിൻ ലൈൻ വേണം, ഫേസ് ആൻഡ് ന്യൂട്രൽ. ഇപ്പോൾ 2 ലൈനും ഇല്ലാതെ വെറുതെ ഒരു കണക്ഷൻ ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്താന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സംഭവമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. സംഭവം ഞങ്ങളിവിടെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ കൺസെപ്റ്റാണ്. അത് വർക്കിംഗ് മോഡൽ. അതായത് ഒരു ട്യൂബ് ലൈറ്റോ ബൾബോ കയ്യിൽ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ നിലത്ത് വയ്ക്കുക, എവിടെയെങ്കിലും വയ്ക്കുക അതിൻ്റെ റേഡിയസിനകത്ത്. ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് സിമ്പിളായി കത്തിക്കും വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്. ഇനി അഥവാ ഒരു മനുഷ്യനായിട്ട് കയറി നിന്നാലും യാതൊരു കുഴപ്പമില്ല, ആ ബൾബ് കത്തിക്കും. അങ്ങനത്തെ ഒരു ന്യൂ ടെക്നോളജിയാണ് ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സിമ്പിൾ ഫോമിൻ്റെ പേര് ടെസ്ല കോയിൽസ്. നിക്കോളസ് ടെസ്ലയാണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവൻ്റെ തിയറീസായ LC സർക്യൂട്ട്, LCR സർക്യൂട്ട്, അങ്ങനെ കുറേ സർക്യൂട്ട്സ് ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾ ഇത്തിരി കൂടി ഡിസൈൻ ചെയ്ത് കപ്പാസിറ്റേഴ്സിൽ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് ട്രാൻസ്ഫോർമേഴ്സ് സ്റ്റെപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ സംഭവം മാറ്റുന്നത്. ഇതിന് ഞങ്ങൾ 3 മെയിൻ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിനടിയിൽ കാണുന്ന ബേസാണ് ട്രാൻസ്ഫോമർ യൂണിറ്റ്, സ്റ്റെപ്പ് യൂണിറ്റ് എന്ന് പറയും. അതായത് 120 AC 50 Hz എന്ന് പറഞ്ഞ സർക്യൂട്ട് വരുന്ന കറണ്ടിനെ ഞങ്ങൾ സ്റ്റെപ്പ് ചെയ്തു. അതിൻ്റെ കറണ്ട് കുറച്ച് അതിൻ്റെ വോൾട്ട് കൂട്ടി. എന്നിട്ട് കപ്പാസിറ്ററിൽ വെച്ച് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് ഇവിടെ ഇതിനെ ഞങ്ങൾ റിസോണേറ്റർ എന്ന് പറയുക, സ്പാർക്ക് ഗ്യാപ്പ് റിസോണേറ്റർ. അതായത് ഇവിടെ നിന്ന് കറണ്ട് കടത്തിവിടുമ്പോൾ ഇവിടെ ഓരോ സ്പാർക്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ഓരോ ആർക്ക് പോലെ കാണുന്നത്. ഈ സ്പാർക്ക് ചാടുമ്പോൾ ഓരോ സ്പാർക്ക് ചാടുമ്പോഴും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇവിടെ നിന്ന് ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് ഓസിലേഷൻസ് ഉണ്ടാവണം. ഇതെല്ലാം ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ്, സാധാരണ റേഡിയോ വേവ്സ് പോലെ തന്നെ. ഇപ്പോൾ ഇവിടുത്തെ എത്ര സ്പാർക്ക് ഒരു സെക്കൻഡിൽ ചാടണു അത്രയും ഓസിലേഷൻസ് ആണ് ഇവിടെ നിന്ന് പുറത്തു വിടാം. അതാണ് ഞങ്ങളുടെ ഈ ടെക്നോളജി എനേബിൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഹൈ വോൾട്ടേജ്, കപ്പാസിറ്ററിൻ്റെ എണ്ണം, ഈ കോയിൽസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഉള്ളിലത്തെ കോയിൽസിൻ്റെ എണ്ണമാണ് ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് എന്ന് പറയാനായിട്ട് ഹൈലി ഗ്ലോബൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 1.2 മില്യൺ വോൾട്ടാണ് സ്റ്റാർട്ടിങ്. 1.2 മില്യൺ വോൾട്ട് എന്ന് വിചാരിക്കും വലിയ വോൾട്ടാണ്, ഡേഞ്ചറസ് ആണ്. ആക്ച്വലി ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡേഞ്ചറസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉണ്ട് 1.2 മില്യൺ വോൾട്ട്. ബട്ട് നമ്മളിൽ നിന്ന് ഇത്തിരി അകലം വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ കുറവാണ്, അങ്ങനെ നമുക്ക് ഇത് വരാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കോയിലിൻ്റെ മുകളിൽ 1.2 മില്യൺ വോൾട്ട്സ് ഉണ്ടാകുമ്പോൾ എയർ സ്ട്രാറ്റം ബ്രേക്ക് ചെയ്യും. ഒരു വട്ടം ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പ്യുവർ മെറ്റൽ പോലെ ഹൈലി കണ്ടക്റ്റീവ്. പിന്നെ നമ്മളിവിടെ നിന്ന് സാധാരണ 230 വോൾട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഗ്ലോബൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും നമ്മുടെ ഭൂമിയിലെ അയോണോസ്ഫിയറിലൂടെ ഒരു പോയിന്റിൽ തുടങ്ങി മറ്റേ പോയിന്റിലൂടെ ചുറ്റി തിരിച്ചും ആ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യും. ആ ഒരു ട്രാൻസ്മിഷൻ കൊണ്ട് തന്നെ നമുക്ക് ലോകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും, ഒരു ആൻറ്റിന, ഒരു റിസീവർ, ഞങ്ങൾ ഡിസൈൻ ചെയ്ത റിസീവറാണ് ഈ കാണുന്ന സിമ്പിൾ ഡിസൈനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 ടൈപ്പ് കോയിൽസാണ്. അതായത് ഒന്ന് ഒരു സെറ്റ് കോയിലും 2 കോയിലും. പിന്നെ ഡൈപോൾ ആൻറ്റിനയ്ക്ക് ഈക്വലായിട്ടാണ് സാധനം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ട്യൂബ്ലൈറ്റ്, ഇത് ഞങ്ങൾ PVC പൈപ്പിൽ ചുറ്റുന്നതാണ് ഇത്രയും സൈസ്. പിന്നെ ഇതിന് ചെറിയ കനം കുറഞ്ഞ 32 gauge ഒക്കെ വരച്ചിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എൻ്റെ കൈയിൻ്റെ അത്ര വലുപ്പമൊക്കെ മാക്സിമം വരുള്ളൂ. സാധാരണ ട്യൂബ്ലൈറ്റിൻ്റെ ചോക്കിൻ്റെ വലുപ്പം മാക്സിമം. അത് വെച്ചിട്ട് ഞങ്ങൾ റിസീവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫിൽറ്ററോ ചോക്ക് വെച്ചിട്ട് ട്യൂബ്ലൈറ്റ് സാധാരണ കത്തുന്ന പോലെ സിമ്പിളായിട്ട് കത്തിച്ച് വയ്ക്കാമെന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എനർജി ലോസ് എങ്ങനെ കുറക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇന്നത്തെ വയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എത്ര എനർജി ലോസ് സംഭവിക്കുന്നു അതിനേക്കാൾ എത്രയോ കുറഞ്ഞ രീതിയിൽ നമുക്കിതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ ലോകം മുഴുവൻ എങ്ങനെ നമുക്കിത് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അതൊരു ചെറിയ ചോദ്യചിഹ്നമായി വരും. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഒരു റൂമിൽ അത്ര വലുപ്പമുണ്ടായാൽ, ഒരു ബിൽഡിങ്ങിൽ അത്ര വലുപ്പമുണ്ടായാൽ ഭൂമിയുടെ ഒരു വശത്ത് ഒരെണ്ണവും മറുവശത്ത് വേറൊന്നും വെക്കുകയാണെങ്കിൽ ഭൂമിയുടെ മേലെ നിന്ന് അയണോസ്ഫിയറിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെ ഭൂമി മൊത്തം നമുക്ക് ഈ എനർജി ട്രാൻസ്മിഷനും നടക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫിനോമിന. നമ്മുടെ +1 +2 സിലബസിൽ പഠിക്കുന്ന ഒരു മെയിൻ തിയറി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു കപ്പാസിറ്ററിൻ്റെ അകത്ത് കറണ്ട് സർക്യൂട്ട് എങ്ങനെയാണ് ക്ലോസ് ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൈക്കിൾ ഫാരഡെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞു അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കൊണ്ടാണെന്ന്. ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മിസ്സിന് ഒരു ഡയലക്ട്രിക്കിലൂടെ പാസ് ചെയ്യണ കറണ്ട് എന്നല്ലാണ്ട് വേറൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഡിവൈസിൽ കണ്ടുപിടിച്ച ഒരു പ്രത്യേക ഒരു ഫിനോമിന, കൊറോണ ഡിസ്ചാർജസ്. ഞങ്ങൾ ആക്സിഡൻ്റലി ആണത് ഫിഗർ ഔട്ട് ചെയ്തെങ്കിലും ഞങ്ങൾക്കത് പിന്നെയാണ് മനസ്സിലായത് ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഒരു കപ്പാസിറ്റർ, ഒരു സെമി കപ്പാസിറ്റർ, ഒരു പ്ലേറ്റ് മാത്രമുള്ള കപ്പാസിറ്റർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതിന് മുകളിൽ വെച്ചു. അതിൻ്റെ മുകളിൽ ഡയലക്ട്രിക്കുമായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്തെ പ്ലേസിൽ എർത്തിങ് ഇല്ലാതെ തന്നെ ഒരു ബൾബ് വെച്ചപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഡയലക്ട്രിക്കിനുള്ളിൽ കൂടെ ഒരു സ്പാർക്ക് ഒരു കറണ്ട്
ആ ബൾബിലോട്ട് ചാടി, എർത്തിങ് ഒന്നുമില്ലാതെ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫർദർ റിസർച്ചേഴ്സ് എന്താ പറയുക, കൂടുതൽ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ട് ഞങ്ങൾക്ക് ഫൈനലി മനസ്സിലായി ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കാണിക്കുന്ന വേറെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, തിയറി മാത്രമായി നിന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ ഇവിടെ ഞങ്ങൾ ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഞങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തു. അതാണ് ഇതിൻ്റെ ഒരു വേറെ വലിയ ഉപകാരം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലൈറ്റ്നിങ്സ്, ഇടിവെട്ടിനെ പറ്റി ഏറ്റവും പേടിയുള്ള സാധനമാണ് ഇടിവെട്ട്. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസിലെ ഏറ്റവും നമ്പർ 1 സംഭവം ഇടിവെട്ട്. അതിനെപ്പറ്റി പഠിക്കാമെന്ന് പറയുകയാണെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് ഹൈ വോൾട്ടേജാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു സെമി ഇടിവെട്ടിൻ്റെ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കുന്ന മെഷീനാണിത്. ഇതുകൊണ്ട് നമുക്ക് ഇടിവെട്ടിനെ പറ്റി സിമ്പിളായി പഠിക്കാനും ഇടിവെട്ടിന് വരുന്ന കറണ്ടൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യാനും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ വേറൊരു പർപ്പസ്. പിന്നെ ഇതിന് താഴത്തോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഇതിന് മെഡിസിനൽ ഫീൽഡിൽ ഇലക്ട്രോ തെറാപ്പി അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ എന്താ പറയുക കുറേ യൂസസ് ഉണ്ട്. പിന്നെ ഹൈ ഫീൽഡിൽ പോവുകയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി നോക്കാം. പിന്നെ റീസെർച്ച് ടൈപ്പ് പ്രൊജക്ട്സിൽ റീസെർച്ച് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ. ഞങ്ങളുടെ ഫ്യൂച്ചർ എയിം എന്ന് പറയുന്നതും അതാണ് മെയിനായിട്ട്. ഈ അടുത്തായിട്ട് കണ്ടുപിടിച്ചിരുന്നത് മാർസിൻ്റെ സർഫസിലെ സാൻഡ് ഹൈലി ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഈ റിസീവറിന് ഹൈ ആയിട്ടൊരു എർത്തിങ് കൊടുക്കുകയാണെങ്കിൽ, ഹൈ എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും അത്ര ഹൈ അല്ല, സാധാരണ പവർ ഗ്രിഡ് വരുന്ന ട്രാൻസ്ഫോമേഴ്സിന് അത്ര എർത്തിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ചന്ദ്രനിലോട്ട് അയച്ചു കൊടുക്കാം. അവിടെ നിന്നുള്ള റിസീവർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്ത് അവിടെയുള്ള എല്ലാ സ്പേസ് സ്റ്റേഷൻസ് എല്ലാ എക്യുപ്മെൻറ്റ്സിനും സിമ്പിളായി വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ എയിമാണ്. ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ്. ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ശരിക്കും ഇവിടെ കാണിച്ച് ഒരാൾക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവും ഇത് ശരിക്കുള്ളൊരു സംഭവമാണെന്ന്. കാരണം ഇന്ന് പെട്ടെന്ന് ഒരാൾ പറയുകയാണ് വയറില്ലാതെ ഇലക്ട്രിസിറ്റി എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇന്നേ വരെ കോൺസെപ്റ്റ് മാത്രമായിരുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ട് കാണിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിംഗിൾ മെഷീനാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ജിയോ തെർമൽ എന്ന നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത് കാണിക്കുന്നത്. നമുക്കറിയാം ഭൂമിയെ നമ്മൾ പല ലെയറുകളായി തിരിഞ്ഞിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ ക്യാവിറ്റി എന്നീ 3 ലെയറുണ്ട്. നമുക്കറിയാം ക്രസ്റ്റ് എന്ന സ്ഥലത്താണ് ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ ക്യാവിറ്റി എന്നീ ലെയറുകളിലാണ് ഈ മാഗ്മ ഫോം ചെയ്യുന്നത്. അതായത് വോൾക്കാനോസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണമായ മാഗ്മാസ് ഫോം ചെയ്യുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹെവി റെയിൻസ് മഴ പെയ്യുമ്പോഴത്തേനും ഈ എർത്ത് സർഫസിലെ ക്രാക്കിലൂടെ ഈ മഴവെള്ളം അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഈ മാഗ്മയുടെ അടുത്തടി വരും. അതായത് അവിടെ വെച്ച് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഹെവി ഫ്ലൂയിഡായിട്ട് മാറും. ആ ഫ്ലൂയിഡ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ വെൽ, അതായത് ഒരു ഡ്രില്ല് പോലത്തെ ഒരു വെൽ ഫ്ലൂയിഡിലായിട്ട് കണക്ട് ചെയ്ത് ആ ഫ്ലൂയിഡ് നമ്മൾ പുറത്തായിട്ട് എടുത്ത് നമ്മൾ ഈ ടർബൈൻ കറക്കുകയാണ്. ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി, അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ജിയോതെർമൽ പ്രോവിൻസിൻ്റെ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് 78 to 468 മെഗാവാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ തെർമൽ ഗ്രേഡിയൻ എന്ന് പറയുന്നത് 48 to 100 ഡിഗ്രി സെൽഷ്യസ് പെർ മെഗാവാട്ടാണ്. ജിയോതെർമൽ പവർ പ്ലാന്റിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഈസ് 5 times that of നോൺ കൺവെൻഷണൽ എനർജീസ് ലൈക്ക് വിൻഡ്, സ്പ്രിംഗ് എക്സെട്ര. പിന്നെ ഈ ജിയോതെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള പവർ സ്റ്റേഷനേക്കാളും 4 പണം മുടക്കിയാൽ മതി. ഇത് വളരെ ലോ കോസ്റ്റാണ്, റീപ്രൊഡ്യൂസിബിൾ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇത് 2012 ഇന്ത്യയിൽ പ്രാവർത്തികമാകുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇതിൻ്റെ അടിഭാഗമാണ് ഞങ്ങൾ എർത്തായി സങ്കല്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടി ഞങ്ങൾ പ്രഷർ കുക്കർ വെച്ചേക്കുവാണ്. ഈ പ്രഷർ കുക്കറിൽ നിന്ന് വരുന്ന ഹീറ്റ് ഈ ടർബൈനിലേക്ക് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിലെ കൂടെ വരുന്ന ഈ ഹീറ്റ് ടർബൈനിലേക്ക് ഇറങ്ങി ടർബൈൻ ഈ ഹീറ്റ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചാർട്ടിൽ കാണുന്നത് ഇന്ത്യയിലെ ജിയോതെർമൽ പ്രൊവിൻസസ് ആണ്. അതിൽ ഏറ്റവും കൂടുതലായി ഈ ജിയോതെർമൽ എനർജി ഉള്ളത് മണിക്കരനാണ്. അവിടെ 10,600 മെഗാവാൾട്ടാണ് ജിയോതെർമൽ എനർജി കാണപ്പെടുന്നത്. പിന്നെ സൊണാട്ട, ഗോദാവരി, ബോംബെ അങ്ങനെ തുടങ്ങിയ 8ഓളം പ്രദേശങ്ങളിൽ ഈ ജിയോതെർമൽ പ്രൊവിൻസസ് കാണപ്പെടുന്നു.